ഹലോ, എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം. നാളിതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ഇന്നൊരു വ്യത്യസ്ത തരം പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുമ്പളങ്ങ കൊണ്ടൊരു പായസം. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസം ഞാൻ പറഞ്ഞതുപോലെ കുമ്പളങ്ങ കൊണ്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ 1 കിലോ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 2 നാളികേരം, ചെറിയ നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊന്ന് കൊഴുപ്പ് കിട്ടുന്നതിനായിട്ട് സാബുദാന എന്ന് പറയും, നമ്മൾ ചൗവരി എന്ന് പറയുന്നത്, അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 1/2 കിലോ ബെല്ലം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഗീ എടുത്തിട്ടുണ്ട്, ഏലക്കാപ്പൊടി ഉണ്ട്. പിന്നെ ഞാനൊരു ചെറിയ ടീസ്പൂൺ ആരോറൂട്ട് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇനി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിത് കുമ്പളങ്ങയെല്ലാം കുരും തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് നാളികേരം നമുക്ക് അത് പിഴിഞ്ഞ് അത് നമുക്ക് 1-ാം പാല് 2-ാം പാലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ചൗവരി നമുക്കത് ഒരു 50 ഗ്രാം എടുത്തിട്ട് അത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. ബെല്ലം നമ്മൾ ഉരുക്കി റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ കുമ്പളങ്ങ തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് നമ്മൾ 1 കിലോ ആണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ സ്ക്വയർ പീസുകളായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ കുക്കറിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കുമ്പളങ്ങ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. നമുക്ക് 1-2 വിസിലടിച്ച് അത് വേവിച്ചെടുക്കാം. കുമ്പളങ്ങയിൽ തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും, അപ്പോൾ നമ്മൾ അധികം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അടച്ചു വെച്ച് നമുക്ക് വിസിൽ വരുത്താം. അപ്പോൾ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്കത് അരിച്ചൊഴിക്കാം. അപ്പോൾ നമ്മൾ വാർത്തി വെച്ച കുമ്പളങ്ങ നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ നമുക്ക് 1-2 പ്രാവശ്യം അത് കഴുകിയെടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കിയ കുമ്പളങ്ങ നമ്മൾ അതൊക്കെ വെള്ളം കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു ചൊയ നമുക്ക് ഉണ്ടാവും. അതില്ലാണ്ടിരിക്കാൻ നമ്മൾ പിഴിഞ്ഞിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. നമ്മൾ കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചാൽ ഞങ്ങൾ ഉരുക്കി അരിച്ച് വെച്ചിട്ടുള്ള ശർക്കരയുടെ പാനി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ശർക്കര പാനിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ കുമ്പളങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുത്ത കുമ്പളങ്ങ നമുക്ക് നന്നായിട്ട് ഇളക്കി അത് ശർക്കര നീരൊക്കെ നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമുക്കത് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കും. കുമ്പളങ്ങ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് അത് വറ്റിച്ചെടുത്താലാണ് അതിൻ്റെ നമ്മളെ വെള്ളത്തിൻ്റെ കുത്ത് നമുക്ക് മാറി പായസം നല്ല ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഒന്നും കൂടി നമുക്കത് വറ്റിച്ചെടുക്കാം. ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് വറ്റി കുമ്പളങ്ങയൊക്കെ അതിൽ കിടന്ന് നന്നായിട്ട് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് 2-ാം പാലാണ്. നമ്മൾ നാളികേരത്തിൻ്റെ 2-ാം പാല് 1-ാം പാല് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് 2-ാം പാല് അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ തിളപ്പിച്ച് വെച്ചാൽ നമുക്ക് അതിൻ്റെ സാബുദാന നമുക്ക് ചൗവരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 50 ഗ്രാം ചൗവരിയാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൗവരി നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ദിവസം അത് നന്നായിട്ട് തിളപ്പിച്ചാൽ നമുക്ക് നല്ലതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്കത് കാണുകയും ചെയ്യാം. നമുക്ക് പായസത്തിന് നമുക്ക് തിക്ക് കിട്ടാനും ചാൻസ് ഉണ്ട്. ഞാനതിലേക്ക് 1 ടീസ്പൂൺ ആരോറൂട്ടിൻ്റെ പൗഡർ നാളികേരപ്പാലിൽ കലക്കിയിട്ട് 1 ടീസ്പൂൺ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആരോറൂട്ടിൻ്റെ 1 ടീസ്പൂൺ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് അല്പം
നാളികേരപ്പാൽ ചേർത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കത് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. പായസം ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1-ാം പാല് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നാളികേരത്തിൻ്റെ 1-ാം പാല് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കത് അധികം നേരം തിളപ്പിക്കണ്ട. ഒരു തള വരുമ്പോഴേക്കും നമുക്കത് ഓഫാക്കി ഇടാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് നമുക്കതിൽ വറുത്ത് ചേർത്താം. ഗാർണിഷ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തിടാം. നമ്മൾ മധുരം ബാലൻസ് ചെയ്യുന്നതിന് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഒരുവിധം ശരിയായിട്ടുണ്ട്. നമുക്കിനി ഈ ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.